ഇപ്പം ഞാനുമൊക്കെ വിദ്യാർത്ഥി രാഷ്ട്രീയത്തിൽ നിന്ന് വന്നവരാണല്ലോ. നമ്മളപ്പോൾ ഓരോ സ്ഥാനങ്ങൾ വഹിക്കുമ്പോൾ അതനുസരിച്ചുള്ള വേഷം കെട്ടു എല്ലാവരും. ഇപ്പോ പലരും ഏതെങ്കിലും ഒരു വിഷയം വരുമ്പോൾ ഇപ്പൊ ആദ്യം പിന്നെ ഞാൻ വിദ്യാഭ്യാസ മന്ത്രിയായി ചുമതലെടുത്തപ്പോൾ എന്നോട് വിരോധമുള്ള ശത്രുക്കളിൽ അയാൾ യാതൊരു വിവരമില്ലാത്തവനാണ്, ഇയാൾക്ക് എഴുത്തുമാരി എന്ന് പറഞ്ഞുകൂടാ, പിന്നെ അതെ കുട്ടികൾക്ക് തല്ലിപ്പിളിപ്പാണ് ഇത്. അപ്പൊ ഞാൻ പറഞ്ഞു, ഞാൻ സർവ്വവിജ്ഞാനകോശം കയറിയ ആളൊന്നുമല്ല, പക്ഷെ ഈ നാട്ടിൽ നടക്കുന്ന കാര്യങ്ങൾ എന്താണെന്ന് എനിക്കറിയാം. ഞാൻ പിന്നെ 10-15 വർഷക്കാലം വിദ്യാർത്ഥി രംഗത്ത് നിന്ന് വിദ്യാഭ്യാസ പ്രശ്നങ്ങൾ തന്നെയാണ് കൈകാര്യം ചെയ്തിട്ടുള്ളത്. അത് സാധാരണക്കാരുടെ പ്രശ്നങ്ങളാണ്. ആ പ്രശ്നം ഇപ്പോഴും നിൽക്കുക. ഒന്ന് വിദ്യാഭ്യാസ കച്ചവടം, അതിപ്പോഴുണ്ട് നമ്മുടെ നാട്ടിൽ. 872 സ്കൂളുകൾ രജിസ്ട്രേഷൻ ഇല്ലാത്ത സ്കൂളുകൾ ലിസ്റ്റ് ചെയ്യാനെടുത്തിട്ടുണ്ട്. കാര്യം വെച്ചാൽ അവർ ചെയ്യുന്നത് എങ്ങനെയാണെന്ന് ചോദിച്ചാൽ, ഒരു വീട് വാടകയ്ക്ക് എടുക്കുക, 8-10 ടീച്ചർമാരെ അപ്പോയിന്റ് ചെയ്യുക, ക്വാളിഫിക്കേഷൻ ഉണ്ടോ ഇല്ലെന്ന് ആരും നോക്കാനില്ല, അവർ ഫീസ് നിശ്ചയിക്കുക, അവർ സിലബസ് നിശ്ചയിക്കുക, അവർ പരീക്ഷ നടത്തുക, ഇതൊക്കെയാണ്. ഇപ്പം ഞങ്ങൾ പുതിയൊരു കാര്യം ഞാൻ വേറെ പറയുന്നില്ല, ഇപ്പോൾ ഇന്ത്യൻ സ്പെഷ്യൽ ആദ്യമായിട്ട് പറയാൻ വേണ്ടി പോവാണ്. ഈ വർഷം മുതൽ ഇപ്പം ഞാൻ നോക്കിയപ്പോൾ ലാസ്റ്റ് പരീക്ഷ നടന്നിട്ടില്ല ഇവർക്ക്. അതിന് മുമ്പേ ഞാൻ എങ്ങനെ അറിഞ്ഞെന്ന് ചോദിച്ചാൽ, ഒരു എയ്ഡഡ് സ്കൂളിൽ, അൺഎയ്ഡഡ് സ്കൂളിൽ പ്രവേശനത്തിനുണ്ട്, 12ാം ക്ലാസ് പ്രവേശനത്തിനുണ്ട് ശുപാർശ കത്തിനുണ്ടി വന്നു. അപ്പൊ ഞാൻ പറഞ്ഞു, SLC റിസൾട്ട് വന്നില്ലല്ലോ, പരീക്ഷ നടന്നില്ലല്ലോ. അല്ല, അതിപ്പോഴേ തന്നെ അവിടെ അഡ്മിഷൻ ലിസ്റ്റ് തയ്യാറായി തുടങ്ങി. അപ്പൊ അത് ഒന്നത്. 1ാം ക്ലാസ്സിന് ഇപ്പോഴേ ടെസ്റ്റ് വയ്ക്കുക കുട്ടികൾക്ക്. അതെന്തൊരു പീഡനമാണ്. അപ്പൊ ഇതിന് രണ്ടിനും 1ാം ക്ലാസ്സിന്റെ അഡ്മിഷൻ ഒരേ സമയത്ത് തന്നെ കേരളത്തിൽ നടക്കുന്നതിന് വേണ്ടിയുള്ള ഒരു സംവിധാനം ഉണ്ടാക്കും. +1 അഡ്മിഷനും ഒരേ സമയത്ത് നടക്കുന്നതിനുള്ള സംവിധാനം ഉണ്ടാക്കും. 3 ടൈം പരീക്ഷയും ഒരേ സമയത്ത് നടത്തുന്നതിനുള്ള സംവിധാനം ഉണ്ടാക്കും. അതിനുള്ള അധികാര അവകാശവും പൊതുവിദ്യാഭ്യാസ വകുപ്പിന് ഉണ്ട്. ഇപ്പോ 1ാം ക്ലാസ് 2ാം ക്ലാസ് അല്ല, പ്രീ പ്രൈമറിയും 1ാം ക്ലാസ്സും. കഴിഞ്ഞ ദിവസം ഞാൻ മുഖ്യമന്ത്രിയെ കാണാൻ വേണ്ടി പോയപ്പോ CM ചോദിച്ചു, പറഞ്ഞു, ഞാൻ ഒരു കാര്യം അങ്ങോട്ട് പറയാൻ ആദ്യം കുട്ടിയോട്. ഒരു ജപ്പാനിൽ നിന്ന് വന്ന ഒരു കക്ഷികൾ ഒരു TV എന്നെ വന്ന് കണ്ടിരുന്നു. അവര് പറഞ്ഞു, CMന് വലിയ താല്പര്യമാണ് ഈ കുട്ടികളോടും പ്രൈമറി വിദ്യാഭ്യാസത്തിനോടൊക്കെ. അവിടെ ഈ 1ാം ക്ലാസ്സിലും പ്രീ പ്രൈമറിയിലൊന്നും കുട്ടികളെ ഒന്നും പഠിപ്പിക്കില്ല. കുട്ടികൾ ഹാപ്പിയസ്റ്റ് എഡ്യൂക്കേഷൻ. അവിടെ രാവിലെ വരിക, മണ്ണെന്താണെന്നോ അതൊന്ന് നോക്കി മനസ്സിലാക്കുക, വെള്ളം എന്താണെന്ന് നോക്കി മനസ്സിലാക്കുക, അവന് പ്രകൃതിയും പിന്നെ അവന് പാലിക്കേണ്ട മര്യാദകളും അവന് പാലിക്കേണ്ട ഒരു കുട്ടി വളർന്നു വരുമ്പോൾ പാലിക്കേണ്ട കാര്യങ്ങൾ മുഴുവനാണ് അവനെ മനസ്സിലാക്കിയത്. അപ്പൊ അതുകൊണ്ട് പ്രൈമറിയും കഴിഞ്ഞ് 1ാം ക്ലാസ്സും കഴിഞ്ഞ് അവൻ 2ാം ക്ലാസ്സിലേക്ക് വരുമ്പോൾ അവൻ ഒരു ഉത്തമ പൗരനായി മാറി. ഇതെന്ന് വെച്ചാൽ ഇവിടെ ചില അൺഎയ്ഡഡ് സ്കൂളുകളിൽ കുട്ടികൾക്ക് ടെസ്റ്റ്, അമ്മയ്ക്കും അച്ഛനും ഉറക്കമുണ്ടാ, മുഴുവൻ അവരിരുന്നില്ല പഠിക്കണം. മുഴുവൻ ഈ പ്രോജക്റ്റ് മുഴുവൻ അവർ പഠിച്ചാൽ എന്ന് നിർത്തിയുള്ളൂ. ഇപ്പൊ എന്റെ കുട്ടികളായിരുന്നാലും അങ്ങനെ തന്നെ നിങ്ങളുടെ കുട്ടികളായിരുന്നു, അവിടെ ചേർത്താൽ അതിനോട് ചോദിച്ചാലേ പറ്റുള്ളൂ. അത് നമുക്ക് മാറ്റം വരുത്തിയാലേ മതിയാവുള്ളൂ. അല്ല, അതിന് നമുക്ക് പിന്നെ വിദ്യാഭ്യാസ വകുപ്പിന് അതിനുള്ള അധികാരമുണ്ട്. ഇന്ന് വേണമെന്ന് വിദ്യാഭ്യാസ വകുപ്പിന്റെ NOC വേണം. CBSE സിലബസ് ആണെങ്കിൽ പോലും NOC വേണം. NOC കൊടുക്കുമ്പോൾ ഞങ്ങൾ കണ്ടീഷൻസ് വയ്ക്കും, ഇന്ന കണ്ടീഷൻസിൽ നിങ്ങൾ നടത്താൻ വേണ്ടി പാടുള്ളൂ. ആ കണ്ടീഷൻ തെറ്റ് നടത്തിയാൽ അതിന്റെ അഫിലിയേഷൻ പിന്നിരിക്കും. 872 സ്റ്റേറ്റ് സിലബസിൽ ഫംഗ്ഷൻ ചെയ്യുന്ന അംഗീകാരം വാങ്ങാത്ത സ്കൂളുകൾ അതിനുണ്ട്. ഇതൊരു ഫസ്റ്റ് റൗണ്ടിൽ കിട്ടിയ ഒരു കണക്കാണ്. അല്ല, 1 മുതൽ 10 വരെ ഉണ്ട്. ഉണ്ട്. അവിടെ ചെയ്യുന്ന പരീക്ഷ എഴുതുന്ന 9ാം ക്ലാസ് കഴിഞ്ഞാൽ പരീക്ഷ എഴുതുന്ന മറ്റേ സ്കൂളിൽ കൊണ്ടുവച്ച് പരീക്ഷ എഴുതിപ്പിക്കും. ഇവരൊക്കെ വലിയ വികസനമാകുന്നത് നിങ്ങൾ മനസ്സിലാക്കേണ്ടത്. ആരും അത്ര ശ്രദ്ധിക്കുന്നില്ല.
LKG ഇപ്പോൾ ഈ തലസ്ഥാന നഗരിയിലെ തന്നെ ചില സ്കൂളുകളിൽ 1 മുതൽ 5 ലക്ഷം രൂപ വരെ ഡിപ്പോസിറ്റ് വാങ്ങുന്ന സ്കൂളുകളുണ്ട്. കൊടുക്കാൻ തയ്യാറാണ് രക്ഷകർത്താക്കൾ. അവിടെ വെച്ചാൽ ഒരുപക്ഷെ നമ്മുടെ ഗവൺമെന്റ് സ്കൂളിലെ ഒരു കുട്ടിയേക്കാൾ ഒരുപക്ഷെ പിന്നെ ഇംഗ്ലീഷ് പറയുന്ന കാര്യത്തിലൊക്കെ മെച്ചപ്പെട്ടവനായിരിക്കും. ഇപ്പം നമ്മുടെ ആൾക്കാർ വിദ്യാഭ്യാസം എന്ന് പറയുമ്പോൾ കാണുന്നതെന്ന് വെച്ചാൽ നന്നായി ഇംഗ്ലീഷ് പറയണം. അതാണല്ലോ ആദ്യം കാണുന്ന കാര്യം എന്ന് പറഞ്ഞാൽ. അല്ല ഒരു പൗരബോധമോ. ഇപ്പോൾ ഇവിടെ എഞ്ചിനീയറിംഗ് പാസ്സായി ഇറങ്ങിയ വിദ്യാർത്ഥികൾ, MBBS പാസ്സായി ഇറങ്ങിയ വിദ്യാർത്ഥികൾ, ലാസ്റ്റ് ഗ്രേഡ് ജീവനക്കാർക്ക് കിട്ടുന്ന ശമ്പളം പോലും ഈ ആശുപത്രിയിൽ നിന്ന് കിട്ടുന്നില്ലല്ലോ. ഞാൻ ലേബർ മിനിസ്റ്റർ കൂടെയാണ്. മിനിമം വേതനം എനിക്കറിയാവുന്നതുകൊണ്ട് ഞാൻ പറയാൻ. പല ഡോക്ടേഴ്സിനോട് നമ്മൾ ചോദിക്കാറുണ്ട്, അതിൽ എത്ര രൂപ? ഇപ്പോൾ ഞങ്ങൾ ട്രെയിനിങ് ആണ്, 20,000 രൂപ കിട്ടും. ഒരു എത്ര ലക്ഷം രൂപ മുടക്കിയിട്ടാണ് പാസ്സായി ഇറങ്ങിയിട്ടുള്ളത്. അപ്പൊ അതുകൊണ്ട് ഈ കഴിഞ്ഞ 8 വർഷക്കാലം കൊണ്ട് അടിസ്ഥാന സൗകര്യങ്ങൾ മെച്ചപ്പെടുത്തുന്നതിന് വേണ്ടി നമുക്ക് കഴിഞ്ഞിട്ടുണ്ട്. 5000 കോടി രൂപ സ്കൂളുകൾക്ക് വേണ്ടി ചിലവഴിച്ചിട്ടുണ്ട്. ഏതാണ്ട് ഒരു 70% നമ്മൾ കേരളത്തിലെ പുത്തൻ സ്കൂളുകളായി മാറി. അതുകൊണ്ട് പല എയ്ഡഡ് മാനേജ്മെന്റുകളും പൂട്ടുന്ന അവസാനിപ്പിക്കുന്ന ഒരു സ്ഥിതിവിശേഷമുണ്ട്. ഇപ്പോൾ നമ്മൾ ലിഫ്റ്റുള്ള സ്കൂൾ എന്ന് പറഞ്ഞാൽ നമുക്ക് വിശ്വസിക്കാൻ പറ്റില്ലല്ലോ. ഇപ്പൊ ശ്രീകാര്യ സ്കൂള് ചെന്നാൽ അവിടെ ലിഫ്റ്റുണ്ട്. സിറ്റിയിലെ തിരുവനന്തപുരത്തെ കാര്യം പറഞ്ഞു. വയനാട് ഒരു കുട്ടിയെ പാമ്പടിയേറ്റ് മരിച്ച കുട്ടിയുണ്ടല്ലോ, സംഭവമുണ്ട്. ആ സ്കൂളിൽ 5 കോടി രൂപ നമ്മൾ അനുവദിച്ച് പുതിയ കെട്ടിടം കെട്ടി ലിഫ്റ്റുള്ള ഇതാണ്. ലിഫ്റ്റിന്റെ പ്രസക്തി എന്ന് വെച്ചാൽ എനിക്ക് പല എനിക്കുള്ള ഒരു പ്രശ്നം എന്ന് വെച്ചാൽ ഈ നമ്പർ കുട്ടികൾക്കെല്ലാം അറിയാം, എൻ്റെ മൊബൈൽ നമ്പർ. അപ്പോൾ വരുന്ന ഫോൺ കാണുമ്പോൾ തന്നെ അറിയാം. ഞാൻ അടുത്തിരിക്കുന്നതിന് വോയിസിലിട്ട് കേൾപ്പിക്കും, ധാരാളം കുടിക്കുന്നത് കേട്ടുള്ളൂ. ഏതെങ്കിലും ഒരു കുട്ടിയായിരിക്കും വിളിക്കുന്നത്. ഒന്നേ അവന് പരീക്ഷ പാടായിരുന്നു, അല്ലെങ്കിൽ പരീക്ഷ ഡേറ്റ് മോശമായിപ്പോയി, അല്ലെങ്കിൽ അടുത്തടുത്ത പരീക്ഷ ആയിപ്പോയി, ഏതെല്ലാം ഞാൻ പറയും. അപ്പോൾ കത്തുകൾ വരാറുണ്ട്. കത്തുകൾ വരാറുണ്ടെന്ന് വെച്ചാൽ അധ്യാപകരെ പറ്റിയുള്ള പരാതി വരാറുണ്ട്. ഒരു കുട്ടിയുടെ പരാതി ഒരു ജില്ലയിൽ ഒരു സാറിൻ്റെ പേര് എഴുതിയിട്ട് ഹിന്ദിയാണ് പഠിപ്പിക്കുന്നത്. സാർ വരും, ഞങ്ങൾക്ക് പിന്നെ ഡിക്റ്റേഷൻ ഇടുക, ഇതിൽ വേറെ എന്നിട്ട് സാറ് ഒരു കസേരയിരുന്നു കാലുമേ കാലിട്ട് ഇങ്ങനെ ഇരിക്കും, ഞങ്ങൾ വേറെ ഒന്നും പഠിപ്പിക്കുന്നില്ല. അപ്പം അതെല്ലാം ഇപ്പം ചോദ്യം ചെയ്യുന്ന ഒരു മട്ടിലത്തേക്ക് കുട്ടികൾ വന്നിട്ടുണ്ട്. പിന്നെ വേറെ കാര്യം, നമ്മുടെ പൊതുനിലവാരം മെച്ചപ്പെടണമെങ്കിൽ അധ്യാപകരുടെ സഹകരണം ഉണ്ടായാലേ മതിയാവും. അത് അധ്യാപകർ വിദ്യാഭ്യാസ മന്ത്രിക്കെതിരായിട്ട് വളവങ്ങിയിട്ടൊന്നും കാര്യമില്ല. 37-40 ലക്ഷം വിദ്യാർത്ഥികളുണ്ട്. കുട്ടികളുണ്ടായപ്പോൾ ഓരോ പരാതി വരുന്നുണ്ട്. പിന്നെ 1-ാം ക്ലാസ്സിലെ കുട്ടികൾ ചേരുന്ന എണ്ണം കുറവാണ്. കാര്യം ഈ കോവിഡ് കഴിഞ്ഞ ഉടനെ തന്നെ കോവിഡ് കാലഘട്ടത്തിൽ ഒരുപാട് ആൾക്കാർ പിന്നെ നമ്മുടെ നാട്ടിലേക്ക് നിന്ന് മടങ്ങി വന്നു. പിന്നെ അന്യ സംസ്ഥാന തൊഴിലാളികളുടെ മക്കൾ ധാരാളം ഉണ്ടായിരുന്നു. അതെല്ലാം കോവിഡ് കഴിഞ്ഞപ്പോൾ തിരിച്ച് മടങ്ങി പോകുന്ന സാഹചര്യം ഉണ്ടായി. പിന്നെ നമ്മുടെ ബർത്ത് റേറ്റ് കുറവാണ്. ഓരോ വർഷം കുറഞ്ഞു വരും. നമ്മുടെയൊക്കെ ഇവിടെയുള്ള എനിക്കൊരു മോനാണുള്ളത്. നിങ്ങൾക്ക് 1-2 മക്കളായിരിക്കും ഉണ്ടാവുന്നത്. ബർത്ത് റേറ്റ് കുറവാണ്. അപ്പോൾ ഈ അധ്യാപകർക്ക് ഇപ്പം ഞങ്ങൾ പുതുതായിട്ട് കൊണ്ടുവന്ന ഒരു കാര്യം ഇന്റൻസീവ് ട്രെയിനിങ് കൊടുക്കുക എന്നുള്ളതാണ്. മുമ്പ് ഒരു ദിവസത്തെ ട്രെയിനിങ്, രാവിലെ 10 മണിക്ക് ട്രെയിനിങ് വയ്ക്കും, 11 മണിക്ക് വരും സാറ്. ഉച്ചയ്ക്ക് ഉണ്ണാൻ പോയി അവസാനം 3 മണിക്ക് വീണ്ടും ആരംഭിക്കും, 4 മണിക്ക് അവസാനിക്കും. ഇതാ പോകുന്നു. പേരെന്താ? ട്രെയിനിങ്. അതുകൊണ്ട് പറ്റില്ലെന്ന് പറഞ്ഞ് അധ്യാപക സംഘം ശക്തമായി എതിർത്തു. പിന്നെ അവർ അനുകൂലിച്ച് ഒരാഴ്ചക്കാലം നീണ്ടു നിൽക്കുന്ന ട്രെയിനിങ്ങിൽ പങ്കെടുത്താലേ പറ്റുള്ളൂ. നമ്മുടെ ബഡ്ജറ്റിന്റെ നല്ല ശതമാനം അധ്യാപകർക്ക് ശമ്പളത്തിന് വേണ്ടി കൊടുക്കുന്നുണ്ട്. ഹയർ സെക്കൻഡറി ടീച്ചർമാർക്കെല്ലാം നല്ല ശമ്പളമില്ലേ കിട്ടുന്നത്, വളരെ നല്ല ശമ്പളമില്ലേ കിട്ടുന്നത്. മറ്റൊരു കാര്യം, ഈ ഓൾ പ്രൊമോഷന്റെ ഒരു വിവാദമായ ഒരു വിഷയമാണല്ലോ. കേന്ദ്ര ഗവൺമെന്റാണ് ഈ ആൾ പ്രൊമോഷൻ കൊണ്ടുവരുന്നത്.
അത് കൊണ്ടുവരാനുള്ള കാര്യം എന്ന് പറഞ്ഞാൽ UP അതുപോലുള്ള സംസ്ഥാനങ്ങൾ, ബീഹാർ, ഗുജറാത്ത് പോലുള്ള സംസ്ഥാനങ്ങളിൽ കൊടിഞ്ഞു പോക്ക് വളരെ കുറവാണ്. നമുക്കാണെങ്കിൽ 1-ാം ക്ലാസ്സിൽ ചേർന്നാൽ 10-ാം ക്ലാസ്സിൽ ഏതാണ്ട് 95% കുട്ടികൾ എത്തിച്ചേരുക. അവിടെയാണെന്ന് വെച്ചാൽ നേരെ തിരിച്ചാണ്. അതുകൊണ്ടാണ് എല്ലാവരും ജയിക്കട്ടെ എന്നൊരു ആൾ പ്രമോഷൻ വന്നത്. കേരളത്തിൽ ആൾ പ്രമോഷൻ നടപ്പിലാക്കി. ഇവിടെ വന്നിട്ട് പ്രശ്നം എന്താ? സമൂഹം ഗൗരവമായി ചിന്തിക്കേണ്ടതായിട്ടുണ്ട്. അധ്യാപക സംഘടനകൾ എനിക്ക് ഇനി എതിരായ വർത്തമാനം പറഞ്ഞാൽ എനിക്ക് പ്രശ്നമൊന്നുമില്ല. ആ ആൾ പ്രമോഷൻ വന്നതിന് ശേഷം എല്ലാവരും പറയുന്നുണ്ട്, ഈ പറയുന്ന ഈ ആൾ പ്രമോഷനെതിരായി പറയുന്ന അല്ല അനുകൂലമായി പറയുന്നവരുടെയൊക്കെ മക്കളിൽ എഞ്ചിനീയറിംഗ് മെഡിസിനൊക്കെ കഴിഞ്ഞു പോയവരാണ്. അവർക്ക് ഇനി ആൾ പ്രമോഷനൊന്നും പ്രശ്നമൊന്നുമില്ല. കേന്ദ്ര സർവകലാശാലകളുണ്ട് രാജ്യത്താകെ. 50-56 വരുന്ന കേന്ദ്ര സർവകലാശാലകളുണ്ട്. അവിടെ നടക്കുന്ന ടെസ്റ്റിൽ അവിടെ ചെന്ന് നമ്മൾ തത്വം പറഞ്ഞാൽ ജയിക്കുമോ? ഞാൻ ആൾ പ്രൊമോഷനിലൂടെ താത്വികമായി ജയിച്ചു വന്നവനാണ് എന്ന് പറഞ്ഞാൽ അവന് അവിടെ പരീക്ഷ ജയിക്കുമോ? ജയിക്കുന്ന പ്രശ്നമില്ല. ഇവിടെ ഇപ്പോൾ ആൾ പ്രൊമോഷൻ വന്നതിന് ശേഷം രക്ഷകർത്താവിനൊരു ഉത്തരവാദിത്വമില്ല. എന്തായാലും അവൻ ജയിക്കും. അധ്യാപകർക്ക് എന്താ ഒരു ഉത്തരവാദിത്വമില്ല. പഠിപ്പിച്ചത് എന്ത്. മുമ്പൊക്കെ ആണെങ്കിൽ DUമാരുടെ ഇൻസ്പെക്ഷൻ ഉണ്ടായിരുന്നു. നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ? നമ്മുടെയൊക്കെ പ്രായത്തിൽ DU വരുന്നെന്ന് പറഞ്ഞാൽ അവിടെ ഭയങ്കര പെയിന്റ് അടിയും വൃത്തിയാക്കലും ഒരു ഓണം വന്ന ഒരു മട്ട DUമാരുടെ ഇൻസ്പെക്ഷൻ. ഇപ്പോൾ ഒരു DUമാരുടെ ഇൻസ്പെക്ഷന് പോകുന്നില്ല. പിന്നെ അന്ന് ഒരു ക്ലാസ്സിൽ 10 കുട്ടി തോറ്റാൽ പഠിപ്പിച്ച സാറാരെ നാട്ടിൽ വലിയ ചർച്ചയാണ്. അതുകൊണ്ട് സാറുമാർ നന്നായി തന്നെ വീട്ടിലിരുന്ന് നന്നായി പഠിച്ച് ഹോംവർക്ക് ചെയ്തിട്ടേ വരുള്ളൂ. അന്ന് നമ്മളെ കാലഘട്ടത്തിൽ സാറിൻ്റെ കയ്യിൽ ഒരു നോട്ട്ബുക്ക് ഉണ്ടാവുമായിരുന്നു. ആ നോട്ട്ബുക്ക് നോക്കിയായിരിക്കും സാർ പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. ഇന്നിപ്പോൾ സാറിന് ഉത്തരവാദിത്വമില്ല. പിന്നെ ആർക്കാ ഉത്തരവാദിത്വം? സബ്ജക്റ്റ് മിനിമം നടപ്പാക്കിയ ശേഷം എന്തൊക്കെ കാര്യം വെച്ചാൽ 100 മാർക്കിനുള്ള ചോദ്യം ഒരു സബ്ജക്റ്റിന്. എല്ലാ അധ്യാപകർക്കും എല്ലാ വിഷയങ്ങൾക്കും 20 മാർക്ക് നിരന്തര മൂല്യനിർണ്ണയത്തിന് കൊടുക്കാനുള്ള അവകാശമുണ്ട്. ആ നിരന്തര മൂല്യനിർണ്ണയം എന്ന് വെച്ചാൽ ഓരോ കുട്ടിയുടെ പല രൂപത്തിലുള്ള കഴിവിന്റെ അടിസ്ഥാനത്തിലാണ് കൊടുക്കേണ്ടത്. സാറുമാർ ഒരു കഴിവ് നോക്കൂല, 20 മാർക്ക് കൊടുക്കേണ്ട ഒരു കുട്ടിക്ക്. ഇപ്പൊ 100 മാർക്കിൽ ഒരു സബ്ജക്റ്റിന് സോഷ്യൽ ഡിസിന് 100 മാർക്ക് എന്നിരിക്കട്ടെ, 20 മാർക്ക് കൊടുത്തു, ബാക്കി 80 മാർക്കിന്റെ ചോദ്യം ഉത്തരം എഴുതിയാൽ മതി. ഈ കഷ്ടപ്പെട്ട് ഇത്രയും പാടുപെട്ട് നമ്മൾ പരീക്ഷ നടത്തിയ 10 മാർക്കിന്റെ ശരി ഉത്തരം എഴുതിയാൽ അവൻ ജയിച്ചു. 50 മാർക്കിന്റെ ചോദ്യമാണെങ്കിൽ 5 മാർക്കിന്റെ ശരി ഉത്തരം എഴുതിയാൽ മതി, അവൻ ജയിക്കുന്ന സാഹചര്യം വന്നു. നമ്മളെല്ലാം പഠിച്ചിരുന്ന കാലഘട്ടത്തിൽ 30-35 മാർക്ക് കിട്ടിയാൽ എല്ലാ വിഷയത്തിലും ജയിച്ചു വരുന്നുണ്ട്. അത് ഇപ്പം മുഖ്യമന്ത്രി വളരെ പിന്തുണയായിരുന്നു. അതിന് അധ്യാപകങ്ങളിൽ പറഞ്ഞത് മനഃപൂർവ്വം തോൽപ്പിക്കാൻ വേണ്ടിയാണ് എന്നൊക്കെ പറഞ്ഞ് ബോൾഡായി. പിന്നെ അവർക്ക് മനസ്സിലായി അതുകൊണ്ട് SSLCക്ക് ആദ്യം നടപ്പിലാക്കുന്നില്ല, 8ാം ക്ലാസ്സിൽ ഈ വർഷം മുതൽ നടപ്പിലാക്കുകയാണ്. എന്ന് മാത്രമല്ല ഒരു കാര്യം ഉള്ളത്, ഈ പിന്നെ ഈ എങ്ങനെ 8ാം ക്ലാസ് നടപ്പിലാക്കുന്നത് ചോദിച്ചാൽ ഞങ്ങൾ തോൽപ്പിക്കാൻ വേണ്ടി ഉദ്ദേശിക്കുന്നില്ല. അതിപ്പോൾ ഉടനെ ചെയ്യുന്നത് ബുദ്ധി ശരിയായിരിക്കില്ല. ഒരു ക്ലാസ്സിൽ ഏതെങ്കിലും വിഷയത്തിന് പിന്നെ മിനിമം മാർക്ക് നേടാത്ത കുട്ടികളുണ്ടെങ്കിൽ അവർക്കൊരു സ്പെഷ്യൽ ട്യൂഷൻ 2-3 ആഴ്ചക്കാലം കൊടുത്തിട്ട് വീണ്ടും ഒന്നുകൂടെ പരീക്ഷ അവരെ കൊണ്ട് എഴുതിപ്പിച്ച് അവർക്ക് പ്രൊമോട്ട് ചെയ്ത് അവരെ കൊടുക്കുന്ന ഒരു രീതിയുണ്ട്. പിന്നെ ഈ മോഡൽ പരീക്ഷയുടെ ചോദ്യത്തെ സംബന്ധിച്ചിടത്തോളം വലിയ വിവാദങ്ങൾ ഉണ്ടായിരുന്നല്ലോ. ഇവിടെ SSLC പരീക്ഷയുടെ ചോദ്യപേപ്പർ ചോർന്നിട്ടുണ്ട്. ഇത്രയും 4-5 പ്രാവശ്യം ചോർന്നിട്ടുണ്ട്. പാഠപുസ്തകവും കിട്ടാതെ ഫോട്ടോസ്റ്റാറ്റ് എടുത്തടിച്ച് കൊടുത്ത ഒരു കാലഘട്ടം ഉണ്ടായിട്ടുണ്ട്. പിന്നെ ഓണപരീക്ഷ സമയത്ത് നടത്താത്ത കാലഘട്ടങ്ങൾ ഉണ്ടാകും. അന്ന് ഓണപരീക്ഷ, ക്രിസ്മസ് പരീക്ഷ, അവസാന പരീക്ഷ, എന്നാണ്ട് നമ്മുടെ നാട്ടിൽ ഫസ്റ്റ് ടൈം, സെക്കൻഡ് ഡേ, തേർഡ് ടൈം പരീക്ഷയാണ്. ഈ ഓണം നേരത്തെ പിന്നെ വന്നുകൊണ്ട് നമുക്കിനി ചോദിച്ച വിദ്യാഭ്യാസ മന്ത്രിമാരും കേരളത്തിലുണ്ട്.
അപ്പോൾ ഈ പരീക്ഷ രീതി പരിഷ്കരിക്കുന്ന സംബന്ധിച്ചിടത്തോളം ഒരു വലിയ പിന്നെ വിദ്യാഭ്യാസ കോൺഗ്രസ് നടത്തുന്ന സംബന്ധിച്ച് ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ്. ഞാൻ ആദ്യമായിട്ട് നിങ്ങളോട് പറയാം, പല രൂപത്തിലുള്ള പരീക്ഷാ സമുദായത്തെ സംബന്ധിച്ചുള്ള നിർദ്ദേശം വന്നിട്ടുണ്ട്. അപ്പോൾ ഈ ചോദ്യപേപ്പർ അത് വലിയ മിടുക്കൊന്നുമല്ല. കാര്യം വെച്ചാൽ ഈ SSLCയുടെ ഒരു പരീക്ഷ നടത്തി തീർക്കണമെങ്കിൽ നമുക്ക് 1 കോടി രൂപ ചിലവാകും. 1 കോടി. ഞാൻ നേരത്തെ പറഞ്ഞ 10 മാർക്ക് ഇതിനു വേണ്ടിയാണ് 1 കോടി ചിലവഴിക്കുന്നത്. അത് എങ്ങനെയാണെന്ന് ചോദിച്ചാൽ, ചോദ്യപേപ്പർ പ്രിപ്പയർ ചെയ്യുന്നതിന് 1 മാസക്കാലം നീണ്ടെടുക്കുന്ന അതിനുള്ള അധ്യാപന സെലക്ട് ചെയ്യും. 1 മാസക്കാലം നീണ്ടെടുക്കുന്ന ഒരു ട്രെയിനിങ് അവർക്കുണ്ടാവും. അത് കഴിഞ്ഞിട്ട് 3-4 ഗ്രൂപ്പ് 4-5 ഗ്രൂപ്പായിട്ട് മാറിയ ശേഷം അവർ ചോദ്യം ഉണ്ടാക്കും. ഒരു വിഷയത്തിന് 4 സെറ്റ് ചോദ്യപേപ്പർ ഉണ്ടാക്കും. അതിൽ നിന്ന് 1 സെറ്റ് ചോദ്യപേപ്പർ ആയിരിക്കും എടുത്ത് കോൺഫിഡൻഷ്യൽ പ്രസിൽ പ്രിന്റ് ചെയ്യാൻ വേണ്ടി കൊടുക്കുന്നത്. കേരളത്തിന് പുറത്ത് മന്ത്രിക്ക് പോലും അറിയില്ലാതെ എവിടെയാണ് പ്രിന്റ് ചെയ്യുന്നത് സംബന്ധിച്ചോളം. അത് തിരിച്ചുകൊണ്ടുവന്ന് നമ്മളെ പിന്നെ ട്രഷറിയിലാണ് സൂക്ഷിക്കുന്നത്. ഈ മോഡൽ പരീക്ഷ എന്ന് വെച്ചാൽ അതൊന്നുമില്ല. അവിടെ നമ്മൾ സാധാരണ പ്രസിൽ ഇവിടെ അടിക്കുന്നു, പിന്നെ ഒരാഴ്ചയ്ക്ക് മുമ്പ് പിന്നെ സ്കൂളിൽ കൊണ്ട് കൊടുക്കുന്നു. സ്കൂളിൽ കൊണ്ട് കൊടുത്തു കഴിഞ്ഞാൽ അവിടെ പൂട്ടും താക്കോലൊന്നും ഇല്ലാത്ത എവിടെയെങ്കിലും ആയിരിക്കും വെച്ചേക്കുന്നത്. അത് വലിയ ഉപയോഗമൊന്നുമില്ല. പക്ഷെ എങ്കിലും അതൊരു പ്രശ്നമാണല്ലോ. നമുക്കത് ലളിതമായിട്ട് കാണാൻ വേണ്ടി പറ്റില്ലല്ലോ. ഒരു വിദേശത്തുള്ള ആളെ പറഞ്ഞ് അവിടെ ഇതുപോലുള്ള പരീക്ഷ നടത്തുന്നത്, പരീക്ഷയ്ക്ക് 2 ആഴ്ച മുമ്പേ 100 ചോദ്യങ്ങൾ കുട്ടികൾ കൊടുക്കും ഒരു വിഷയത്തെ പറ്റി. സോഷ്യൽ ഡിസൈൻ അല്ലെങ്കിൽ ഹിസ്റ്ററി ആയിക്കോട്ടെ, 100 ചോദ്യങ്ങൾ കൊടുക്കും. പരീക്ഷയിൽ അന്ന് ആ 100 എന്ന് 10 ചോദ്യങ്ങൾ ചോദിക്കും. ഇപ്പൊ ചോദ്യപേപ്പർ ഔട്ടാവുന്ന പ്രശ്നമില്ല. കുട്ടികൾ പിന്നെ സിലബസിലുള്ള പരിപൂർണമായിട്ട് ഇത് കവർ ചെയ്യുന്ന കാര്യമുണ്ട്. ഒരു ഉദാഹരണം പറഞ്ഞതാണ്. അങ്ങനെ നമ്മൾ ഈ കാലഘട്ടത്തിനനുസരിച്ച് പരീക്ഷാ തീയതി മാറ്റേണ്ടതായിട്ടുണ്ട്. പിന്നെ അത്യന്താധുനിക ശാസ്ത്ര സാങ്കേതിക വിദ്യ ജീവിതത്തിലെ നാനാതുറകളിൽ നിന്ന് പരീക്ഷിച്ചുകൊണ്ടിരിക്കുന്ന കാലഘട്ടമാണ്. ഇന്ന് ഒരു മൊബൈൽ ഉണ്ടെങ്കിൽ എല്ലാം ആവല്ലോ അതിന്. അപ്പൊ അതുകൊണ്ട് പിന്നെ അത്തരം സാങ്കേതിക വിദ്യയും കൂടെ ഈ പരീക്ഷയുടെ കാര്യങ്ങളിലൊക്കെ തന്നെ എങ്ങനെ പ്രയോജനപ്പെടുത്താം എന്ന് സംബന്ധിച്ചിടത്തോളം ആലോചിക്കേണ്ട കാര്യം ഉണ്ട്.